ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കി നമ്മുടെ ഗാർഡൻ കിടക്കണ കണ്ടാ, ആകെ നാശമായിട്ട് ഗാർഡൻ്റെ ഫുൾ ലുക്ക് ഇതാട്ടാ. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്യലാണ്. നമ്മൾ ഈ പയർ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ വലിച്ചു പറിച്ച് കാട്ടിക്കളയുന്നു. അപ്പം ഇന്ന് അങ്ങനെ ചെയ്യാൻ പോണ്. പിന്നെ നോക്കിയേ, ഈ അരിനെല്ലി കംപ്ലീറ്റ് ഇല പൊഴിച്ചിട്ട് അടിയിൽ വീണ് കിടക്കണ്. പിന്നെ നമ്മുടെ വെള്ളം വന്ന കാരണം നമ്മുടെ ഗാർഡൻ്റെ അവിടെ കുറച്ച് പുല്ലൊക്കെ പോയി. നമുക്കവിടെ മണ്ണൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കണം. അപ്പോൾ പണിക്കാരൻ അഭിയേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും കൂടി പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടാ. ഓക്കെ. മഴയെ കാരണമായിട്ടാ നമ്മുടെ ഗാർഡൻ ഇങ്ങനെ കിടക്കണേ. ആകെ ചപ്പും ചവറും ഇലകളും ഇതൊക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണ്ടെങ്കിലും ആ മെറ്റൽ കിടക്കണ ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്യാറ്. ഇന്ന് എന്തായാലും അഭിയേട്ടൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇതിനിന്ന് ക്ലീൻ ചെയ്യാം, ഇതിനിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. മഴക്കാലല്ലേ, വല്ല കുഞ്ഞിയെ പാമ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ആശുപത്രി പോലും എത്തൂല ഇവിടുത്തെ പാമ്പൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അഭിയേട്ടന് ഫോൺ വന്നു കേട്ടാ. പിന്നെ അഭിയേട്ടൻ പണിയെടുക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പാട്ടൊക്കെ കേട്ട് അത്രയും രസത്തിലായിട്ട് ആ പണിയെടുക്കാൻ നിൽക്കുള്ളൂ. ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നറിയോ, വേഗം കഴിയട്ടെ എന്ന് വെച്ചിട്ട് തിക്കും പിടിച്ച് ചെയ്യട്ടെ. ആൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ടാ ചെയ്യുക. പിന്നെ ഇത് ഞാനാണ് ഇപ്പോൾ ഈ കയറും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മുറിച്ച് കാട്ടിക്കളയും. പക്ഷെ അങ്ങനെയല്ല, ഫുള്ള് അഴിച്ച് മെല്ലനെ അഴിച്ച് അത്രയും നല്ല പെർഫെക്റ്റോട് കൂടി കെട്ടിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റോട് കൂടി തന്നെയായിട്ട് അഴിച്ചിട്ട് ആളുടെ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേക്കും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കണം. അങ്ങനെയാട്ടാ ആളുടെ ഒരു ഐഡിയയും അതുപോലെ തന്നെ ആളുടെ ഒരു തിയറി. ഈ മേലത്തതില്ലേ, അത് നമ്മൾ മാറ്റണില്ല. ഈ അരിനെല്ലിമെന്ന് കംപ്ലീറ്റ് ഇല കൊഴിയുന്നുണ്ട്. അപ്പം നമ്മൾ കിണറുമൊക്കെ എടുക്കണം അതില്ലേ വല, അത് നമ്മൾ അതിൽ കൂടെ ഇടാന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഫുൾ ബോഗൺവില്ല വയ്ക്കും. നമ്മളൊരു കാട് പരമ്പരയാക്കും ഇവിടെ, നോക്കിക്കോ. അല്ല ചേട്ടാ, ഈ സാധനമൊക്കെ എടുത്ത് തൂരകളയായിരുന്നു. ഈ വടിയൊന്നും വേണ്ടല്ലോ. ഓ, ആ വടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാന്ന് മേലേക്ക് ആ വടി ഇരുന്നോട്ടെ അല്ലേ. അപ്പം ഇവിടെ നല്ല വൃത്തിയായിരിക്കും. നമ്മുടെ ഇത് പോയിട്ട് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ബൊമ്മുൻ്റെ പണിയാട്ടാ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ചെയ്യാനുള്ളത്, ആ ഭാഗത്തൊക്കെ പുല്ല് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ബാക്കിയുള്ള ബാലൻസ് മണ്ണൊക്കെ നമുക്ക് അവിടെ ഇട്ടിട്ട് പുല്ലൊന്ന് റെഡിയാക്കണം. അന്ന് പുല്ല് വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതൊന്ന് വെട്ടണുള്ളൂ കേട്ടോ. നോക്കി അരിനെല്ലിയുടെ കൊമ്പ് വീണ് എടുക്കണണ്ടാ. ഭയങ്കര മഴയും കാറ്റൊക്കെ നോക്കി അവിടെ ആകെ കച്ചറായിട്ട് കിടക്കണം. നമുക്ക് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ. ഇത്തിരി കഴിഞ്ഞാൽ സ്ക്രീനിൽ എന്നെ കാണാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെ പണിയൊക്കെ എൻ്റെ. ഇങ്ങനത്തെ കുറച്ച് നൂലാമാല പിടിച്ച പണിയൊക്കെ അഭിയേട്ടൻ എന്നെ ചെയ്യുക. അങ്ങേരല്ലേ കിട്ടിയത്, അപ്പം അങ്ങനെ തന്നെ അത് ചെയ്യട്ടെ കേട്ടോ. സിമ്പിൾ പണിയാ, സിമ്പിൾ. നിങ്ങളൊക്കെ ഇട്ടന്നെ അഴിക്കാൻ പറ്റില്ല. കുടുക്ക് കെട്ട്. അയ്യോ, ഞാനിവിടെ അടിച്ചൊരു വൃത്തിയാക്കിയതായിരുന്നു. കുഴപ്പമില്ല, ഒന്നും കൂടി വൃത്തിയാക്കാം. ഇപ്പൊ ഒരു വെളിച്ചം വന്നു നമ്മളുടെ അവിടെ അല്ലേ. നമ്മുടെ പയർ കഴിഞ്ഞു കേട്ടാ. പയറിന്റെ ലാസ്റ്റത്തെ 2 കണ്ണികളാണിത്. പയർ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. കണ്ടോ നമ്മുടെ ഗാർഡന്റെ പണി കണ്ടു. അഭിയേട്ടൻ അവിടെ ഗാർഡൻ പണി എടുക്കുന്നു. അങ്ങനെ അഭിയേട്ടൻ്റെ പണികൾ കഴിഞ്ഞ് അഭിയേട്ടൻ ഒരു സൈഡിലേക്ക് പോയപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഗാലറിയിൽ എന്നെയാണ് നിങ്ങൾക്ക് കാണുക. ഈ വക ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ട് വെച്ചത്. അതുമാത്രമല്ല, എൻ്റെ ഒരാളുടെ നിർബന്ധത്തുമ്മലാണ് ഈ ഗാർഡൻ വരെ അഭിയേട്ടൻ സെറ്റ് ചെയ്തത്. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിയേട്ടൻ നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നീ ആ പരിപാടിക്ക് നിന്നാൽ മതിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മഴയും കാറ്റും ഇടി മിന്നലും സുനാമി വെള്ളപ്പൊക്കവും ഇത്യാദി സാധനങ്ങളൊക്കെ അല്ലേ ആയിരുന്നത്. എന്ത് ചെയ്യാം. അപ്പോൾ അതൊക്കെ കാരണമായിട്ടാണ് നമ്മുടെ ഗാർഡൻ ഇങ്ങനെ കിടക്കണേ. അതുമാത്രമല്ല, എനിക്ക് സ്പീഡില്ലാന്ന്. ഇത്ര നേരം സ്പീഡ് കണ്ടുപിടിച്ചതേ ഞാനാന്ന് പറയുന്ന അഭിയേട്ടനാണ് ഇപ്പോൾ പറയുന്നത് എനിക്ക് സ്പീഡില്ലാന്ന്. അങ്ങനെ അങ്ങേരും കൂടെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ഈ നെറ്റില്ലേ, ഈ നെറ്റ് നമ്മളെ കിണറ്റിലിട്ടില്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ചവറുകൾ നമ്മളെ കിണറ്റിൻ്റെ ഉള്ളിലായേനെ. ഭാഗ്യം അന്ന് അഭിയേട്ടൻ നെറ്റ് ഇട്ടത് കേട്ടാ. അപ്പോൾ ഇത് മാത്രമല്ല, ആ നെറ്റിന് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്, നീളമുള്ള നെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഗാർഡൻ്റെ മേലേക്ക് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ചവറും ചപ്പും ഇലകളൊക്കെ നമ്മുടെ ഈ നെറ്റിൻ്റെ മേലേക്കല്ല വന്ന് വീഴുക, ബാക്കിയുള്ള നമ്മുടെ കിണറ്റുമ്മൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്നു. പക്ഷെ നമ്മളത് ലാസ്റ്റ് മാറ്റിയിട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ ഈ ചവറും കാര്യങ്ങളൊക്കെ നമ്മുടെ നെറ്റിൽ വന്ന് കിടക്കണത്. ആ നെറ്റിൽ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ
കിണറുമ്മലായ കാരണം നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മേലെ കെട്ടുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതൊരു തൂങ്ങലായിട്ട് വന്ന് നിൽക്കില്ലേ. പിന്നെ ഇത് നോക്കിയേ, അടക്കാരപ്പട്ടൊക്കെ വന്ന് വീണ് കിടക്കണണ്ട. അത്രയും കാറ്റായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ നിൽക്കുന്ന പ്ലാവിൻ്റെ മേലേക്ക് ഒരു തെങ്ങോല വന്ന് വീണിട്ട് പ്ലാവിൻ്റെ തല പോയി, കുഞ്ഞിപ്ലാവിൻ്റെ ഏട്ടാ. അങ്ങനെ നമ്മൾ കുറേയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായിരുന്നു. നമ്മൾ അത്രയും നല്ല സുന്ദരിയായിട്ട് കൊണ്ട് നടന്നതല്ലേ നമ്മുടെ ഗാർഡന്. ഇപ്പോൾ ആ ഗാർഡൻ കാണുമ്പോഴേ ഭയങ്കര മനസ്സിന് എന്തോ ഒരു വിഷമം. നമ്മൾ നോക്കാണ്ടും ശ്രദ്ധിക്കാണ്ടൊന്നല്ല, എന്താ പറയുക, മഴയല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് തോന്നൂല. പിന്നെ ഈ ഇല പൊഴിയുന്ന ടൈമും അങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി നോക്കാം. നിങ്ങളൊന്നും കാണണ്ടേ നമ്മൾ നെറ്റ് ഇട്ട് നോക്കണത്. അത് മാത്രമല്ല, നമ്മളെ അബിയേട്ടൻ്റെ വണ്ടി കയറിയിട്ട് കണ്ട നമ്മുടെ ഇഷ്ടികയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഗാലറിയിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആ നെറ്റ് ഒന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐഡിയ മാറ്റിയിട്ടാ ഇടുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വീണ്ടും അവിടെ എന്തോ ഒരു ഇരുട്ട് ഫീൽ ചെയ്യുക. ഇത്ര നേരം നമ്മൾ ആ പയർ നിന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപകാരപ്രദമായ ഒരു സാധനമായിരുന്നു പയർ. നമുക്ക് പച്ചക്കറി അത്യാവശ്യം നന്നായിട്ട് പച്ചപ്പയർ നമുക്ക് അടുക്കളയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. ഇതിപ്പോൾ ഞാൻ അബിയേട്ടനോട് പറഞ്ഞത് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊതുവല ഇട്ട പോലെ ഉണ്ടല്ലോ എന്ന് എനിക്കായി ഒരു ഫീലായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പിന്നെ ഞാൻ വിളിച്ചു ആൾക്കാർ കളിയാക്കും. അപ്പോൾ അബിയേട്ടൻ പറയും ആൾക്കാർ കളിയാക്കണം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. അത് മാത്രമല്ല ഏട്ടാ മെയിൻ കാരണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകളും ഈ തൂപ്പും കാര്യങ്ങളൊക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അത് തൂങ്ങും. പിന്നെ അത് വൃത്തിയാക്കാൻ ഞാൻ കോണി എടുത്ത് കയറേണ്ട വരും. പിന്നെ അവിടെ നിന്ന് തണ്ടലും കുത്തി വീണ് ആശുപത്രി പോയി. ഞാനിങ്ങനെ ഫ്യൂച്ചർ കുറേ ചിന്തിച്ചു. വേണ്ട, അത്ര റിസ്ക് നമുക്ക് ശരിയാവില്ല, ആ റിസ്ക് വേണ്ട. പിന്നെ അബിയേട്ടൻ പറഞ്ഞത് ഈ നെറ്റ് മുറിക്കാമെന്നൊക്കെയാട്ടാ പറഞ്ഞത്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിപ്പോൾ അത്യാവശ്യം ചവറ് വീണാലും നമുക്ക് അടിച്ച് കളയല്ലേ വേണ്ടുള്ളൂ. എന്നും ഈ മഴ നിൽക്കൊന്നുമില്ലല്ലോ, മഴ എന്തായാലും തോരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയേട്ടനൊന്ന് കൺവിൻസ് ചെയ്തു. അല്ലെങ്കിൽ അങ്ങേര് ആ നെറ്റ് എടുത്ത് കെട്ടിയാനേട്ടാ. സംഭവം ആളെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയും ചവറ് അടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാവും എൻ്റെ ഒരു ചിന്ത. ആണോ അബിയേട്ടൻ വരുമ്പോൾ ചോദിച്ചു നോക്കി നോക്കാം. ഞാൻ ആ സമയത്ത് എന്തോ ചോദിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ ആൾ കണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ അളന്ന് നോക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനാണ് പോയതെന്നറിയോ, ഞാൻ കത്രിക എടുക്കാൻ വേണ്ടി പോയതാണ്, നെറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നെറ്റ് മുറിക്കണോ വേണ്ടേ, അങ്ങനെ ഒരു 2-3 മനസ്സൊക്കെ ആയിട്ടാണ് നിൽക്കണത്. പിന്നെ നോക്കിയേ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യണില്ലേ. എനിക്ക് എന്തോ ഒരു അപാകത ഫീൽ ചെയ്തു. ഒരു എയിമില്ല അല്ലേ കാണാൻ, ഒരു ഭംഗിയില്ല, ഒരു എന്തോ ഒരു തടസ്സം പോലെ. അപ്പം നമ്മൾ വലയിടുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇടാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഭാഗം എന്തായാലും ഈ സൈഡ് മുഴുവൻ ഇല വീഴും. പിന്നെ അവിടെ ഇല നമുക്ക് എടുക്കാനും കിട്ടില്ല, ആകെ തൂങ്ങലും പിടിക്കും. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് ഫ്രീ ആയിട്ട് വിടാം നമ്മൾ എന്തായാലും. പിന്നെ നമ്മുടെ പുല്ലിന്ന് ഇത്തിരി പച്ച പുല്ലല്ലേ, നമ്മുടെ സൂര്യപ്രകാശം ഒന്ന് തട്ടട്ടെ. അപ്പോൾ അബിയേട്ട അതൊക്കെ കളയുന്നുണ്ട് കേട്ടോ. ഈ വലിയ വടി നമ്മൾ എടുക്കണില്ല, ഈ 2 വടി നമ്മൾ എടുക്കുന്നുണ്ട്. അബിയേട്ടൻ പയർ വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതെടുത്തത്. അപ്പോൾ ആ 2 വടി നമ്മൾ നീക്കുവാണ് ചെയ്യുന്നത്. ഇനി ബോഗൺവില്ല മേടിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷേ ഈ മഴക്കാലത്തിനൊന്നും സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഉള്ള പുല്ലിൻ്റെ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് മണ്ണിടാൻ പോവാം. മണ്ണിട്ടിട്ട് പുല്ല് കിളിർത്ത് വന്നോളും, പുല്ലല്ലേ വളർന്നു കൊള്ളും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കണ്ട എന്തായാലും ഇവിടെ മാവും മരങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും ഇത് വരും. നമ്മൾ ഗാർഡൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഡെയിലി അത് അടിച്ചു വാരിയിട്ടാണ്. ഇപ്പോൾ മഴയെ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല ആകെ അടിച്ചാലും പോരില്ല ഈ മെല്ല്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല ഉത്തമമായ കാര്യം. അപ്പോൾ ബേട്ടത്തൊക്കെ അഴിച്ചുകൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ആ ഊഞ്ഞാൽ കെട്ടുന്നത് തയ്ക്കുന്നില്ല കേട്ടോ. ഒക്കെ അഴിച്ചുകൊണ്ട് കളഞ്ഞിട്ടേ നമുക്ക് ക്ലീൻ ചെയ്തിടാം. എന്നിട്ട് നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ ഒന്ന് ഈ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ചെടികൾ മാറ്റാൻ പോവാം. ഈ ഭാഗത്തിന് ചെടികൾ വെക്കുന്നില്ല. ഇവിടെ കണ്ട കംപ്ലീറ്റ് കച്ചറ വീണ് എടുക്കുന്നത്. ഇവിടെ ഇങ്ങണ്ടല്ലേ കച്ചറകൾ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പയർ വെച്ചോടത്ത് അവിടെ കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ പുല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പുല്ല് വെട്ടാലോ, അപ്പോൾ ശരിയാവും. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കണ്ട അയ്യോ അതേ നമ്മുടെ ചൂല് കിടക്കുന്ന മഴയത്ത് നനഞ്ഞ് ചീഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള അബിയേട്ടൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കതച്ച് പട്ടിയായി വയ്യ, അയ്യാ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി ആ മണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണില്ലേ, അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിടണം. നമ്മുടെ ഗാർഡൻ ഇപ്പോൾ സുന്ദരിയായിട്ടുണ്ട്. മേലത്തൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ വടിയും കൂടി ലാസ്റ്റ് നമ്മൾ എടുത്ത് കളയേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ഉള്ള ചെടികൾ മൊത്തം മാറ്റണം. അപ്പോൾ ഇതൊക്കെ ഇത്തിരി വെയിറ്റ് ഉള്ളതാണ്, ഇതൊന്നും എന്നെ കൊണ്ട് പൊന്തില്ല. അപ്പോൾ അതൊക്കെ അബിയേട്ടൻ തന്നെ എടുക്കട്ടെ. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഇലയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ആ മണ്ണാട്ടാ നമ്മൾ അവിടെ ഇടാൻ പോണത്. അപ്പോൾ തൽക്കാലം അബിയേട്ടൻ അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ വേറെ ഏതൊക്കെ ഇല പടർ വലുതായിട്ടുണ്ട്. ഓ അതാണ് നന്നായി കാട് പോലെ. നമുക്ക് അതിൽ നിന്ന് ഇനി വെട്ടി മാറ്റി വെക്കാറായിട്ടുണ്ട് കേട്ടോ. നല്ല ചീവിട്. മഴ പെയ്ത് തുടങ്ങിയപ്പോ ചീവിടിന്റെ ഒരു കളിയായി. നമ്മുടെ ഗാർഡൻ അതാ സുന്ദരിയാകുന്നു. നമ്മുടെ പച്ചമുളകിന് ശാപമോക്ഷം. സൂര്യപ്രകാശം കിട്ടാത്തടത്തുനിന്ന് സൂര്യപ്രകാശമുള്ളിടത്തേക്ക് അബിയേട്ടൻ അതാ ട്രാൻസ്ഫർ ചെയ്യുന്നു. പച്ചമുളകിന് അധികം സൂര്യപ്രകാശം പാടില്ല കേട്ടാ, എനിക്ക് കുരുടിക്കുന്നു കണ്ട. അപ്പൊ അബിയേട്ട അത് അവിടെ കൊണ്ടാക്കിട്ടാ. നമ്മുടെ ഗാർഡൻ കുഴപ്പമില്ല, സുന്ദരിയായിട്ട് വരുന്നുണ്ട്. പറഞ്ഞിട്ട് കാലില് നല്ല മഴയില്ലായിരുന്നേ, എന്ത് ചെയ്യാം. ഇതേ അവിടെ കൊണ്ടുപോയി താത്തിന്റെ. നമ്മളവിടെ ഒരു പച്ചക്കറി കുടുംബമാണ്, നമ്മൾ പച്ചക്കറി കൃഷി കുടുംബം. അബിയേട്ടനായിട്ടതൊക്കെ സ്പോൺസേർഡ് ബൈ വിപിൻ ഗോപി. ഇനിയിപ്പോ ഈ പച്ചമുളക് എടുക്കണ്ടേ? ഇനി ഈ പച്ചമുളക് ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മാറ്റാം. ഈ വലിയ വലിയ ഐറ്റംസ് അത് ചേട്ടൻ എടുത്തോളും. ചെറുതൊക്കെ ഈ റോസും കാര്യങ്ങളൊക്കെ ഞാൻ പൊന്തിക്കുന്നതായിരിക്കും. അല്ല ചേട്ടാ, എല്ലാവരും മടിയായിട്ടില്ല അല്ലേ ചേട്ടാ? ഇങ്ങനെ ഒരു സൽഗുണ സമ്പന്നനായ നമ്മുടെ ഇത്രയും ക്ഷമയുള്ള അബിയേട്ടനുള്ളപ്പോൾ ഞാൻ എന്തിനാ പണിയെടുക്കുന്നത്? അല്ല ചേട്ടാ, ചേട്ടാ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കില്ല. നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. എൻ്റെ കൈയൊക്കെ നോക്കിയാൽ ചളി പിടിച്ചിട്ട് കണ്ട. ഇതൊക്കെ ഞാൻ പണിയെടുത്തതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ട് ആക്കി തരുന്നില്ല. അങ്ങനെ ആവശ്യമായിട്ടാ മണ്ണിടട്ടേട്ടാ. നിറച്ചാലല്ലായിരുന്നു. ഇപ്പൊ ഇത്തിരി ഒരു വെളിപാട് വെച്ച പോലെ ഉണ്ട് കാണാൻ അല്ലേ? ഭംഗിയുണ്ടല്ലേ? ഇപ്പൊ ഭംഗിയായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഒന്ന് അടിക്കുള്ളൂ. കുറച്ച് ഞാൻ അടിച്ച് വാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് മണ്ണിടട്ടെ കണ്ട. അപ്പോൾ ആ പുല്ല് അവിടെ സെറ്റായിക്കോളും കണ്ട. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ അന്ന് പുല്ലിടുമ്പോൾ ഈ ഭാഗം നമ്മൾ മണ്ണില്ലാത്ത ശ്രദ്ധിച്ചില്ല. ഇത്ര കാലത്തിൽ വേണ്ട ചേട്ടാ മണ്ണ്? ഇല്ല, ഒരു ലേശം ഇങ്ങോട്ട് പരത്തിട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും മണ്ണിടട്ടെ കേട്ടോ. നമ്മുടെ ഗാർഡൻ അപ്പോൾ ഞാൻ ദേ കുറച്ച് നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ കുറച്ച് ദേ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഴ പെയ്തു കണ്ടാ. നമ്മളെ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട് കണ്ടാ. അങ്ങനെ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗാർഡൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടീനെ നമ്മളിവിടുന്ന് നീക്കൂട്ടാ. നോക്കിയേ, ഇപ്പോൾ ഇത്തിരി വൃത്തി വെച്ചില്ലേ നമ്മുടെ ഗാർഡൻ, ഭംഗിയില്ലേ? ഇനി മഴയൊക്കെ പെയ്തിട്ടാക്കണം. ഈ ചെടീനെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഫില്ല് ചെയ്യണം, ഇവിടേക്ക് ഫില്ല് ചെയ്യണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഗാർഡൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒരു വേറൊരു പാർട്ടായിട്ട് പിന്നെ ഒരു സമരം. ബൈ. അങ്ങനെ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്നും ചെയ്യണില്ല. ഇനി നമ്മൾ ആ പുല്ലൊന്ന് വെട്ടണം, പിന്നെ കുറച്ച് പുല്ലൊന്ന് നടണം അവിടെ. പിന്നെ നല്ല മഴ പെയ്തു നോക്കിയാൽ, നല്ല മഴയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചാറിലായി. തൂളലുണ്ട്, നന്നായിട്ട് തൂളലുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ.